ഇവർ പറയുന്നതിൽ ന്യായമായിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, ഇത്രയും ആളുകൾ 10-20,000 ആളുകൾ ഉണ്ടെങ്കിലും ഇവരുടെ ഒരു ക്രൗഡ് കൺട്രോളിംഗ് ആണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും. വീട്ടിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ വീട്ടിൽ ദിവസമല്ല, ഒരു മണിക്കൂറിൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ദില്ലി ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം 35-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ സമൂഹ മാധ്യമത്തിൽ തരംഗമായ മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് സോഷ്യൽ മീഡിയയിൽ തരംഗമായ മറ്റൊരാൾ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കണ്ട് നല്ല പരിചയമല്ലോ, ഒന്ന് പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തി കൊടുക്കും. സാബി ഇൻസ്പയർ ആണ്. അഹമ്മദ് സാബിത്ത് ദുബായിൽ നിന്നാണ്. അപ്പം ദുബായിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ദില്ലിയിലേക്ക് ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയത് കുറേയധികം ദിവസങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് എന്നിട്ട് നേരെ വീട്ടിൽ നിന്ന് ഫ്രഷ് ആവാതെ നേരെ ഇറങ്ങിയതാണ് ഇങ്ങോട്ടേക്ക്, ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറിയതാണ്. എൻ്റെ വീട് ആക്ച്വലി മാംഗ്ലൂരാണ്, കർണാടകയാണ്. ഞാൻ പഠിച്ച കാസർഗോഡായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് ഇത് കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാനിങ്ങനെ എനിക്കിത് വലിയ എന്താ പറയുക, ഇതിന് പബ്ലിസിറ്റി ചെയ്യണം, റീച്ച് ചെയ്യണം എന്നുള്ള രീതിയിലല്ല. ആർക്കെങ്കിലും മോട്ടിവേറ്റ് ആകുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്താണ്. സോഷ്യൽ മീഡിയയിൽ കൂടിയാണല്ലോ ഇത് കുറച്ചും കൂടി ഈ ഒരു പാറ്റ വിപ്ലവം തുടങ്ങുന്നത്, ഇപ്പോൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നത്. എന്താണ് ഈ പറയാനുള്ളത്? നിങ്ങളുടെ ഒരു സ്വന്തം നിലപാട് എന്താണ് പ്രതിഷേധത്തിന് പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക്? അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർ ഉയർത്തുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ന്യായമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ജനാധിപത്യമായിട്ടുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റിൽ അവർ ഓരോരുത്തർക്കും ഇവിടെ വന്ന് ഇതിൽ ഭയങ്കര ത്യാഗം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. സെൽഫ് റിസ്ക് എടുത്ത് നിങ്ങളിപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ റിപ്പോർട്ടിൽ കാണുന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെടുത്ത് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. നമ്മളിങ്ങനെ ജസ്റ്റ് 2-3 ദിവസത്തേക്ക് ഇവിടെ വരുന്നു, ഇത് കാണുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിക്കുന്ന അതേ ആവശ്യം തന്നെയാണോ താങ്കൾക്കുള്ളത്? അതെ, ആ നിലപാട് തന്നെയാണ്. കാരണം അവർ നമ്മളൊരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ ആളുകളൊന്നുമല്ല, നമ്മൾ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇന്ന പാർട്ടി അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഇവരുടെ ഒരു കോമൺ കോസ്, ഇത് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യോജിക്കാതിരിക്കാം. പക്ഷേ ഇവർ പറയുന്നതിൽ ന്യായമായിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, ഇത്രയും ആളുകൾ 10-20,000 ആളുകൾ ഉണ്ടെങ്കിലും ഇവരുടെ ഒരു ക്രൗഡ് കൺട്രോളിംഗ് ആണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും. വീട്ടിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ വീട്ടിൽ ദിവസമല്ല, ഒരു മണിക്കൂറിൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ഞാൻ ആദ്യം മുംബൈ വന്നു, പിന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഉമ്മയും കൂട്ടി ഞാൻ മാംഗ്ലൂരിലേക്ക് നേരെ പോയി. മാംഗ്ലൂരിൽ വീട്ടിലെത്തി നേരെ ഞാൻ 2 മണിക്കാണ് എത്തുന്നുള്ളത്. 3:45 മുംബൈയിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് എന്ത് ചെയ്തു, എയർപോർട്ടിലേക്ക് കയറി. സാബിത്തിനൂടെ നിങ്ങളും ഉണ്ടല്ലേ? അതെ, ഞാൻ ഡൽഹിയിൽ 5 വർഷമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ജാമ്യയിൽ പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ കോസ്റ്റാറിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ അമേരിക്കൻ രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റി ഫോർ പീസ് എന്ന് പറഞ്ഞ സ്ഥാപനം. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. തീർച്ചയായും CA NRC സമരം മുതൽ നമ്മൾ ഡൽഹിയിലുണ്ട്, ഇവിടെ ഉണ്ട്. 7 വർഷത്തോളമായിട്ട് ഡൽഹിയിലുള്ള ആളാണ്. അപ്പോൾ സാബി വന്ന സമയത്ത് നമ്മളിപ്പോൾ 3 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു ജന്തർ മന്ദറിൽ. സാബി വന്നപ്പോൾ സാബി കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു ഇന്നിപ്പം ഈ പ്രൊട്ടസ്റ്റ് സൈറ്റിലേക്കൊക്കെ പോയത്. തീർച്ചയായിട്ടും ചേട്ടനും അങ്ങനെ വന്നേ? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഇവർ ഉയർത്തുന്ന ആശയം വളരെ ജനാധിപത്യപരമായിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഇതിലാണ്, മുദ്രാവാക്യത്തിലാണ് ഒരു സമരം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ രീതിയിൽ നമ്മൾ ചെയ്യാം. ഇനി ഇവിടെ എത്താൻ പറ്റാത്ത ആളുകൾ അവരുടെ രീതിയിലുള്ള പ്രൊട്ടസ്റ്റിൽ ജോയിൻ ചെയ്യാമെന്നാണ് പറയാനുള്ളത്. കാരണം പുറത്ത് നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും കമന്ററി പറയുന്ന പോലെ അല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട്. ഗ്രൗണ്ടിൽ വന്നപ്പോൾ എന്താ തോന്നുന്നത്? കുറേയധികം ആളുകൾ ഭക്ഷണ പൊതികളൊക്കെ വിതരണം ചെയ്യുന്നു. ഒരു പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മാനുഷിക എന്താ പറയുക പരിഗണന എന്നൊക്കെ പറയുന്നല്ലോ, ഒരു സമാധാനപരമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ ഇതൊക്കെ ശരിക്കും കാണുമ്പോഴാണ് ഫീൽ ചെയ്യാൻ പറ്റിയത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അല്ല, ശരിക്കും ഇവിടെ വന്ന് കേട്ടറിഞ്ഞതും കണ്ടറിയുന്നതും തമ്മിലുള്ളൊരു അജഗജാന്തര വ്യത്യാസം എന്ന് പറയില്ല. ആ രീതിയിൽ നല്ല രീതിയിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ക്രൗഡൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ടുള്ള സമൂഹ മാധ്യമത്തിലൊക്കെ ഇതായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പിന്തുണ അറിയിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ വരുന്നുണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക്. അതെ, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാ നെഗറ്റീവുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഉന്നയിക്കുന്നതിൽ ന്യായമുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതാണ് പറഞ്ഞത്. കൃത്യമായ നിലപാട് അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്നുണ്ട്. സമൂഹ മാധ്യമത്തിൽ തരംഗമായ സാബിത്താണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഏതറ്റം വരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം പൂർണ്ണ പിന്തുണ അത് പറയുകയാണ് സാബിത്തും സംഘവും. വീഡിയോ ജേർണലിസ്റ്റ് റാണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ് ഇൻ റിപ്പോർട്ടർ ദില്ലി.